അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിനല്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷരനായിരുന്നുവോ അതോ നിരക്ഷരനായിരുന്നുവോ? ഇത് സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചില സംഗതികൾ പറഞ്ഞത്. ഇവിടെ CH മുസ്തഫ ശക്തിയായിട്ട് വാദിക്കുന്നത്, തെളിവ് സഹിതം വാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷരനായിരുന്നു. കാരണം തെളിവെന്താണ്? ഒന്ന്, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ അബ്ബാസും ഹംസയും എഴുത്തറിയുന്നവരായിരുന്നു. തൻ്റെ രണ്ട് മക്കൾക്കും എഴുത്ത് പഠിപ്പിച്ചിട്ട് തൻ്റെ പേരക്കുട്ടിയെ എഴുത്ത് പഠിപ്പിക്കാതിരിക്കാൻ മാത്രം ക്രൂരനായിരുന്നുവോ അബ്ദുൽ മുത്തലിബ്? അബ്ദുൽ മുത്തലിബ് ക്രൂരനായിരുന്നില്ല. ക്രൂരനായിരുന്നെങ്കിൽ തൻ്റെ മക്കളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, തൻ്റെ പേരക്കുട്ടിയെ അദ്ദേഹം സ്നേഹിക്കുമായിരുന്നില്ല. മറ്റൊന്ന്, അബൂ താലിബ്, അദ്ദേഹത്തിൻ്റെ മകൻ ജാഫറിൻ്റെ സമവയസ്കനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഫറും അലിയുമൊക്കെ എഴുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തൻ്റെ സഹോദരൻ്റെ മകനെ എഴുത്ത് പഠിപ്പിക്കാതിരിക്കുമോ? മക്കയിലുള്ള എല്ലാവരും തന്നെ എഴുത്ത് പഠിച്ചതാണ് എന്നുള്ള എനിക്കാണ് മൂപ്പരുടെ പോക്ക്. മറ്റൊരു തെളിവ്, അല്ലമ ആദമൽ അസ്മാ കുല്ലഹ, ആദമിന് എല്ലാ ഇസ്മുകളും പഠിപ്പിച്ചു. അപ്പോൾ അതിൽ എഴുത്തും പഠിച്ചു എന്നാ. അസ്മാവ് പഠിപ്പിക്കാനുള്ളതും എഴുത്ത് പഠിപ്പിക്കാനുള്ളതും ഒരേ സംഗതിയാണോ അതോ രണ്ട് സംഗതിയാണോ എന്നുള്ളത് മുസ്തഫ തന്നെയാണ് പറയേണ്ടത്. മൂപ്പരെ കാഴ്ചപ്പാടിൽ ഒരു സംഗതി ആയിരിക്കും. പിന്നെ പ്രവാചകന്മാർ പൂർണ്ണന്മാരാണ്. പൂർണ്ണതയുടെ അടയാളമാണ് എഴുത്തും വായനയൊക്കെ പഠിക്കാൻ ശീലിക്കുക എന്നുള്ളത്. പൂർണ്ണത എന്ന് പറയുന്നത് എഴുത്തും വായനയും ശീലിക്കുക എന്നത് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും എഴുത്തും വായനയും പഠിച്ചിരുന്നതാണ്. അപ്പോൾ ലോകത്ത് എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത, എന്നാൽ അതിബുദ്ധിമാന്മാരായിട്ടുള്ള, എഴുത്തും വായനയും പഠിക്കാതെ തന്നെ കാര്യങ്ങൾ വിവേചിച്ചറിഞ്ഞിട്ടുള്ള ധാരാളം ആളുകളെ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായനയും പഠിച്ചിരുന്നില്ല എന്നുള്ള അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന സൂറത്ത് അൻകബൂത്തിലെ 48-ാമത്തെ ആയത്ത്, വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദൻ ലർതാബൽ മുബ്തിലൂൻ. ഈ ആയത്തോതിക്കൊണ്ട് മൂപ്പർ പറയുന്നത്, ഇതിന് മുമ്പ് നീ ഒരു കിതാബും വായിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ നീ ഒരു വേദവും വായിച്ചിരുന്നില്ല. അതിൻ്റെ അർത്ഥം പുസ്തകം വായിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതല്ല, ഒരു വേദവും വായിച്ചിരുന്നില്ല. അതുപോലെ വലാ തഖുത്തുഹു ബിയമീനിക, നിൻ്റെ വലത് കൈ കൊണ്ട് നീ എഴുതിയിട്ടുമുണ്ടായിരുന്നില്ല. അപ്പോൾ എഴുതിയിട്ടില്ല പറഞ്ഞാൽ കിതാബ് എഴുതിയിട്ടില്ല. കിതാബ് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എഴുതാൻ അറിയില്ല എന്നാണോ എന്നാണ് മൂപ്പരെ ചോദ്യം. ഇദല്ലർതാബൽ മുബ്തിലൂൻ, എങ്കിൽ മുബ്തിലുകൾക്ക്, ഈ നിഷേധികളായിട്ടുള്ള അസത്യവാദികൾക്ക് സംശയിക്കാൻ വകണ്ടായിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് പറയണത് എന്താണ്? ഖുർത്തുബി ഇവരെ വേഗം തെളിവ് ധരിക്കും, കിതാബൊക്കെ പറയും, പേരൊക്കെ പറയും. കാരണം ഇതൊന്നും ആരും എടുത്തു നോക്കുമല്ലോ. വിശേഷിച്ചും തൻ്റെ അനുയായികൾ ഈ കേട്ടത് ആമന്ന സല്ലംന എന്ന് പറഞ്ഞിട്ട് പോവുക ചെയ്യാം. അവർക്ക് കിതാബ് വരുന്നതിന് പണി ഉണ്ടാവില്ല. അപ്പം CH മുസ്തഫ മൗലവി മൂപ്പർ മഹാപണ്ഡിതൻ തന്നെയാണ്. കണ്ടില്ലേ, കിതാബിൻ്റെ പേര് പറഞ്ഞിട്ട് ആണ് മൂപ്പർ പ്രസംഗിക്കുന്നത്. എന്നാൽ ഇതേ കിതാബുകൾ എന്ന് പറയുന്നതൊക്കെ പുരോഹിതന്മാർ എഴുതി ഉണ്ടാക്കിയതാണ്. പുരോഹിതന്മാരെ മൂപ്പർക്ക് പറ്റൂല. പക്ഷെ തൻ്റെ വാദഗതികൾ ഉന്നയിക്കാൻ അതിന് തെളിവായിട്ട് പുരോഹിതന്മാരുടെ കിതാബൊക്കെ പറ്റും. അതവിടെ കട്ടെ. എന്നാൽ ഇത് സംബന്ധമായിട്ട് ഖുർത്തുബി യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത്? ഖുർത്തുബി എന്നല്ല, ഇത് റാജി പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളവർക്കാണ് പോക്ക്. അപ്പോൾ ഇവിടെ ഖുർത്തുബി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് സൂറത്ത് അൻകബൂത്തിലെ 48-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ
ഖുർത്തുബി പറയണത് ഫീഹി സലാസു മസായില, 3 പ്രശ്നങ്ങളുണ്ട് ഈ ആയത്തിൽ നിന്നാണ്. ഒന്നാമത്തേതല്ലൂല കൗലുഹു തആല വമാ കുന്ത തത്ലൂ മിൻ ഖബലിഹി മിൻ കിതാബിൻ. ഇതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ അല്ലമീറു മിൻ ഖബലിഹി ആയിദുൻ ഇലൽ കിതാബ് വഹുവൽ ഖുർആനുൽ മുനസ്സലു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ ഖുർആനിലേക്കാണ് ഈ ലമീർ, ഈ സർവനാമം ഖബലിഹി അത് എന്ന് പറയുന്ന സർവനാമം പോണത്. അപ്പോൾ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് താങ്കൾ ഒന്നും ഒരു കിതാബും എഴുതിയിരുന്നില്ല. ഇവിടെ കിതാബ് എന്ന് പറയുമ്പോൾ വേദം എന്നാണെങ്കിൽ ഈ മീൻ കിതാബിൻ എന്നല്ല പറയേണ്ടിയിരുന്നത്. ഒരു പുസ്തകവും എഴുതിയിട്ടില്ല, അല്ല വായിക്കുമായിരുന്നില്ല എന്നാ. ഈ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് താങ്കൾ ഒരു കിതാബും ഒരെഴുത്തും വായിക്കുമായിരുന്നില്ല. കിതാബ് എന്നുള്ളതിന് എഴുത്ത് എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ നബി ഒരു എഴുത്തും വായിച്ചിരുന്നില്ല. എന്നിട്ട് ഖുർത്തുബി പറയാണ്, വമാ കുന്ത യാ മുഹമ്മദു തഖറഉ ഖബലഹു വലാ തഖ്തലിഫു ഇലാ അഹ്ലിൽ കിതാബി. മുഹമ്മദ്, താങ്കൾ ഇതിനു മുമ്പ് ഒന്നും വായിക്കുമായിരുന്നില്ല, താങ്കൾ വേദക്കാരുടെ അടുത്ത് പോവുകയും ചെയ്യുമായിരുന്നില്ല. ബൽ അൻസൽനാഹു ഇലൈക ഫീ ഗായത്തിൽ ഇജാസി വതൾമീനിൽ ഗുയൂബി വഗൈരി ദാലിക്. ഇജാസിൻ്റെ പാരമ്യത ഉൾക്കൊണ്ടുകൊണ്ട്, അദൃശ്യങ്ങൾ അതിഭൗതിക കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു ഫലൗ കുന്ത മിമ്മൻ യഖറഉ കിതാബൻ, താങ്കൾ വല്ല കിതാബും വായിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നുവെങ്കിൽ, വയഹുത്തു ഹുറൂഫൻ, അക്ഷരങ്ങൾ എഴുതുകയും ചെയ്യുന്ന, വയഹുത്തു ഹുറൂഫൻ, അക്ഷരങ്ങൾ എഴുതുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ് താങ്കൾ ഉണ്ടായിരുന്നതെങ്കിൽ, ലർതാബൽ മുബ്തിലൂൻ, അസത്യവാദികൾക്ക് സംശയിക്കാൻ വകണ്ടായിരുന്നു. മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരായിട്ടുള്ള അസത്യവാദികൾ, അവർക്ക് സംശയിക്കാൻ വകണ്ടായിരുന്നു. വകാന ലഹും ഫിർത്തിയാബിഹിം മുതഅല്ലഖ്, അങ്ങനെ സംശയിക്കാൻ അവർക്ക് ഒരു അവലംബമുണ്ട്. അതെന്താണ്? വഖാലു അല്ലദീ നജിദുഹു ഫീ കുതുബിന അന്നഹു ഉമ്മിയ്യുൻ ലാ യക്തുബു വലാ യഖറഉ വലൈസ ബിഹി. ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ കാണുന്നത് അദ്ദേഹം ഉമ്മിയ്യ്, ലാ യക്തുബു വലാ യഖറഉ, എഴുതാത്ത വായിക്കാത്ത നിരക്ഷരനാണെന്നാണ്. വലൈസ ബിഹി, അദ്ദേഹം അങ്ങനെയല്ലല്ലോ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല, അദ്ദേഹം എഴുതും വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വേദത്തിലുള്ളത് ഈ പ്രവാചകനെ പറ്റി പറയുന്നത് എഴുത്തും വായനയും അറിയാത്ത ആളെന്നാണ്. അപ്പോൾ ഇവിടെ വേദക്കാരായിട്ടുള്ള അസത്യവാദികൾക്ക് സംശയിക്കാൻ വകണ്ട് എന്നാണ് ഖുർത്തുബി പറയുന്നത്. എന്നിട്ടാണ് ഖുർത്തുബി നബിക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നു എന്ന് ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തട്ടിവിടുന്നത്. ഖാല മുജാഹിദ് കാന അഹ്ലുൽ കിതാബി യജിദൂന ഫീ കുതുബിഹിം അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖുത്തു വലാ യഖറഉ. വേദക്കാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർക്ക് കാണാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം എഴുതുകയോ വായിക്കുകയോ ചെയ്യുകയില്ല എന്നാണ്. അപ്പോൾ നസലത്ത് ഹാദിഹിൽ ആയ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം മുൻ വേദക്കാരായ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ വേദങ്ങളിൽ പരിചയപ്പെടുത്തിയത് എഴുത്തും വായനയും അറിയാത്ത ആളായിരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ഒരു പ്രവാചകനെയാണ് അയക്കാൻ പോണത്. ഇതേ സംഗതിയാണ് സൂറത്ത് അറാഫിൽ ഖുർആൻ എടുത്തു പറയുന്നത്. അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീലി അല്ലദീന യത്തബിഊന റസൂല നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. തങ്ങളുടെ അടുത്തുള്ള തൗറാത്തിലും ഇൻജീലും രേഖപ്പെട്ട് കാണുന്ന ഉമ്മിയ്യ്, നിരക്ഷരനായിട്ടുള്ള, അവിടെ ഉമ്മിയ്യ് പറഞ്ഞാൽ നിരക്ഷരൻ എന്ന് തന്നെയാണ് അർത്ഥം. അതുപോലെ പ്രവാചകനും ദൂതനുമായിട്ടുള്ള ആളെ പിൻപറ്റുക. അപ്പോൾ ഇത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ്. 6 സ്ഥലത്താണ് ഉമ്മിയ്യ് എന്ന പദം അതിൻ്റെ ഏകവചനവും ബഹുവചനവുമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മിയ്യ് എന്ന് 3 സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അന്നബിയ്യൽ ഉമ്മിയ്യ്. അപ്പോൾ
തുടർന്ന് ഈ ആയത്തിൻ്റെ സൂറത്ത് ആറാഫിൻ്റെ ഈ 6 അല്ലദീന തബിയൂന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യുള്ള ആയത്തിൻ്റെ തൊട്ടുടനുള്ള യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിയ എന്ന ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മിയ്യ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഉമ്മിയ്യ് എന്ന് പറഞ്ഞാൽ നിരക്ഷരൻ, എഴുത്തും വായനയും അറിയാത്ത ആൾ എന്നാണ് തഫ്സീറായിട്ടുള്ള തഫ്സീറുകളിൽ മിക്കതിലും പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു എന്നതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഒരു മനുഷ്യൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അദ്ദേഹം എഴുത്തും വായനയും അറിയണം എന്നൊരു ഷർത്ത് ഉപാധി ലോകത്താരും അതിന് വെച്ചിട്ടുമില്ല. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മുസ്തഫ പരിഹസിക്കുന്ന ഒരു സംഗതി ഉണ്ട്. അത് നബിയുടെ എഴുത്തും വായനയും അറിയാതിരിക്കാനുള്ളത് നബിയുടെ മഹത്വമായിട്ട് ഇവർ പുരോഹിതന്മാർ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. ഇത് പുരോഹിതന്മാർ പറഞ്ഞിട്ടുള്ളതല്ല. ഏതൊരു ഭാഷയിലുള്ള ഒരു പദം അത് ഒരു വാക്യത്തിൽ ഉപയോഗിക്കുമ്പോൾ ആ പദത്തിൻ്റെ പ്രഥമമായിട്ടുള്ള അർത്ഥം ആയിട്ട് മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. അത് ആ സമൂഹം ഈ പദം എന്തിനാണോ ഉപയോഗിക്കുന്നത് അതിനാണ് അത് ആദ്യമായിട്ട് മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരാം. അങ്ങനെ ഒരർത്ഥമല്ല അതിനുള്ളത് എന്ന് പറയണമെങ്കിൽ അതിന് പ്രത്യേകം തെളിവ് സമർപ്പിക്കേണ്ടതുണ്ട്. അതൊന്നിന് സാന്ദർഭികമായിട്ടുള്ള തെളിവ്, അതിനാണ് കരീനത്ത് എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റ് തെളിവുകൾ വേണം. അപ്പോൾ ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ അബ്ദുൽ മുത്തലിബ് അബ്ബാസിനെയും ഹംസയെയും എഴുത്തും വായനയും പഠിപ്പിച്ചു. അബൂ താലിബ് ജാഫറിനെയും അലിയെയും എഴുത്തും വായനയും പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞതിൽ എന്താ അർത്ഥമാണുള്ളതെന്ന് നമ്മൾ മനസ്സിലാവില്ല. കാരണം അലി റളിയല്ലാഹു അൻഹു വളരുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ്. അബൂ താലിബ് വളരെ ദരിദ്രനായിട്ടുള്ളൊരു മനുഷ്യനാളായതുകൊണ്ട് ആ ജാഫർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമകാലികനായിരുന്നു എന്നാണ് പിന്നെ മുസ്തഫ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ബാസും കൂടി തീരുമാനിച്ചിട്ടാണ് ജാഫറിനെ അബ്ബാസും അലിയിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏറ്റെടുക്കുന്നത്. അതിൽ ജാഫറിനേക്കാൾ മൂത്ത ആൾ അഖീലായിരുന്നു. അതുകൊണ്ട് ജാഫറിനെ എഴുത്തും വായനയും പഠിപ്പിച്ചു, അലിയെ എഴുത്തും വായനയും പഠിപ്പിച്ചു പറഞ്ഞതിലും അർത്ഥമൊന്നുമില്ല. ഇത് വാദിക്കുക എന്നുള്ളതല്ലാതെ ചരിത്രത്തിൻ്റെ പിൻബലത്തോടു കൂടി ഈ മക്കയിലുള്ള ആളുകൾക്ക് എഴുത്തും വായനയും സർവ്വസാധാരണമായിട്ട് അറിയാമായിരുന്നു എന്നും അവരൊക്കെ മക്കളെ എഴുത്തും വായനയും പഠിപ്പിച്ചിരുന്നു എന്നും ചരിത്രത്തിൻ്റെ ഏത് കിതാബിലാണ് രേഖപ്പെടുത്തി വെച്ചുള്ളത്. ചരിത്രം അംഗീകരിക്കുമെങ്കിലാണത്. അതും അംഗീകരിക്കുകയില്ല. തനിക്ക് താൻ പറഞ്ഞതാണ് വസ്തുതാ സത്യം എന്നാണെങ്കിൽ പിന്നെ നമ്മൾക്കൊന്നും പറയാനില്ല. അതല്ലെങ്കിൽ അദ്ദേഹം അതിന് തെളിവ് സമർപ്പിക്കുകയാണ് വേണ്ടത്. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഉമ്മിയ്യ് എന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള മറ്റ് ചില പരാമർശങ്ങളുണ്ട്. ഖുർത്തുബി, അതുപോലെ തന്നെ തബരി, ഇബ്നു കസീർ, അതുപോലെ തന്നെ റാസി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്.